ഹായ് ഗൈസ്, കുറേ ദിവസമായി നമ്മൾ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും തുടക്കത്തിൽ തന്നെ സൈഡിൽ ആ ന്യൂസ് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടാവും അല്ലേ. ഇന്നത്തെ ഈ വീഡിയോനെ സംബന്ധിച്ച് ഞാൻ അങ്ങനൊരു സാധനം ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഷോക്ക് ആയ ഒരു ന്യൂസാണത്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഫിസിക്കലി വീക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലോ വീഡിയോകളൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. ഉള്ള ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാം. അങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ ഒരു ന്യൂസ്, നമ്മുടെ കല്യാണിയുടെ ന്യൂസ് ഞാൻ കേൾക്കുന്നത്. കല്യാണി ന്യൂസ് ഞാൻ പറയാണ്ട് എനിക്കറിയാം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, അല്ലേ നമ്മളെ തന്നെ മനസ്സിങ്ങനെ വിഷമിപ്പിച്ച ഒരു ന്യൂസായിരിക്കും. എനിക്കതിൻ്റെ ഫുൾ ന്യൂസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാനിവിടെ ഇരുന്ന് ആ ന്യൂസ് മുഴുവൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഷോക്കായിപ്പോയി. ഇപ്പം അറിയായിരിക്കും, കല്യാണി എന്ന് പറയുന്ന കുട്ടീനെ അമ്മ പുഴയിലോട്ട് എറിഞ്ഞത്, പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലോട്ട് എറിഞ്ഞത്. അംഗനവാടിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. എന്ത് കിട്ടി ഒന്നും എനിക്കറിയില്ല. ഒന്നും മുന്നിനുള്ളൊരു തീരുമാനമായിട്ടില്ല. എനിക്ക് ആ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും ആ കുട്ടി പതിച്ച കമ്പിളിയും അതും ഇതൊക്കെ കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി. കാരണം എന്തിൻ്റെ ആവശ്യമാണ്, ഇതിനും ഭേദം ആ കുട്ടീനെ അവിടെ വെച്ചിട്ട് ആ പെണ്ണിന് എന്നൊരു തോട്ടൊക്കെ ആ മൈൻഡിലോട്ട് പോയി. കാരണം ഒരു അംഗനവാടി പഠിക്കുന്ന കുട്ടി നമുക്ക് എന്തായാലും ന്യൂസിൽ പ്രധാനമായിട്ടും പെൺകുട്ടി എന്ന് വെച്ചാൽ കുറ്റകൃത്യം ചെയ്ത ആളുടെ അമ്മയുടെയും പിന്നെ അമ്മായി അമ്മ എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അച്ഛമ്മേൻ്റെയും പിന്നെ അച്ഛൻ്റെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ഈ ന്യൂസ് മുഴുവനായിട്ട് എന്താ നോക്കാം. എന്താണ് സുഭാഷ് സംഭവിച്ചത്? അവരിപ്പോൾ എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല. ഒരു ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത്. ഇവിടെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? ഈ ന്യൂസ് മുഴുവൻ പറയുന്നതിന് മുമ്പ് ചെയ്യേണ്ട തോന്നിവാസം മുഴുവൻ നിങ്ങളുടെ മോള് ചെയ്തു. എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും അവൾ ജന്മം കൊടുത്ത കുട്ടീനെയാണ് അവൾ ഈ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് ഭർത്തൃ വീട്ടിലെ പീഡനം ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിട്ടുണ്ട്, അന്ന് പോയി കേസ് കൊടുക്കണം. അല്ലാണ്ട് കുട്ടീനെ ഇത് ചെയ്ത് കഴിഞ്ഞ് റിപ്പോർട്ടർ വരുന്ന സമയത്ത് ഈ കേസിന് ഇങ്ങോട്ട് വളയ്ക്കാൻ നിൽക്കരുത്. ഇവിടെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ എന്തെങ്കിലും ഒരു മുട്ടുസൂചി വീണ് കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ അറിയോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ മിനിങ്ങാന്ന് വന്നുള്ളൂ. എൻ്റെ അച്ഛൻ വെന്റിലേറ്റർ ഐസിയിൽ കിടക്കുക. അപ്പം ഞാൻ അതിന് ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ട് രാത്രി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് രാവിലെ പല്ല് പോലും തേക്കാണ്ടാണ് ഞാൻ ഐസിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇന്ന് മിനിങ്ങാന്ന് രാത്രി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ പകല് ഞാൻ ഇവിടെ പോയേക്കായിരുന്നു ESI ഹോസ്പിറ്റലിൽ ESIയുടെ ക്ലെയിം റെഡിയാക്കാനായിട്ട്. അന്നേരം ഇവളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിന്റെ വാഷർ കൂട്ടിപ്പോയി മേടിച്ചോണ്ട് വരുമെന്ന് വെച്ചു. അപ്പം പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുക, ഞാൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം അന്നേരം ഇവള് ഇവിടെ കണ്ടില്ല. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു ഇവള് ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അരി വെക്കണമെന്ന് വെച്ചാൽ വേറെ അടുപ്പില്ല, കുക്കർ മാത്രമേ ഉള്ളൂ, ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം അത് കാരണം അതിന് പോയേക്കായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്നുറങ്ങി. 5:30-6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്കും വിളിച്ചു, എല്ലായിടത്തേക്കും വിളിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവരുടെ ചേച്ചീനെ വിളിച്ചു, എല്ലാവരും വിളിച്ചു, എങ്ങനെ ചെന്നിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും. നേരത്തെ വീഡിയോയിൽ എത്രത്തോളം റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചത് എനിക്ക് ആ ഡയലോഗ് കേട്ടിട്ടാണ്. ചെയ്തത് അത്രയും വലിയ തോന്നിവാസവും തെണ്ടിത്തരവുമായിട്ട് അതിനുള്ള ഒരു ഉത്തരമല്ല തരുന്നത്. ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു, ആ ചെറിയ കുട്ടി എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ ഭർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസിഡൻറ്റ് ഭർത്താവിനോട് ചോദിക്കുകയാണ് പീഡനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ വീട്ടിൽ പോലും അല്ല, അയാൾ വേറെ എവിടെയോ ആണ് നിൽക്കുന്നത്. അപ്പോഴാണ് അച്ഛന് വയ്യാന്ന് വേണ്ടി ഇപ്പോഴാണ് വീട്ടിൽ വരുന്നത്. പിന്നെ ആര് പീഡിപ്പിക്കാനാണ്? ഈ അമ്മായച്ഛനും ഈ അമ്മായിയമ്മയോ? എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ടിട്ട് വിക്ടിം കാർഡ് കളിക്കുന്ന സ്റ്റൈലല്ല വേണ്ടത്. നിങ്ങൾ ചെയ്തത് അമ്മാതിരി തോന്നിവാസം, തെണ്ടിത്തരം. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു അമ്മയാണോ എന്ന് പോലും സംശയം അടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി അതിന് മാനസിക രോഗം എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ തലമൊന്നും എനിക്കറിയില്ല, മാനസിക രോഗമാണോ രോഗത്തിൻ്റെ പുറത്താണോ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു സൈഡും പോകുന്നുണ്ട്. അത് സത്യസന്ധമാണോ എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു മെയിൻ സാധനമാണിത്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് പിടിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ലൂപ്പിൽ എസ്കേപ്പ് ആവുന്നത്. കേസ് കൊടുക്കും.
എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ ഇതിനു മുമ്പ് ഇതുപോലെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ഇതിനു മുൻപുള്ള അനുഭവം? ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് 2 പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പിള്ളേരെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി. ടോർച്ച് എന്ന് പറഞ്ഞാൽ 3 കിലോ വെയിറ്റ് വരുന്ന ടോർച്ചാണ്. ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഇളയ കൊച്ചിൻ്റെ തലക്കെട്ട് ഇവിടെ അടിച്ചു, മറ്റവനെ അടിച്ചു. അപ്പോൾ കൊച്ചിൻ്റെ തല ഇവിടെ മുളച്ച് ഇങ്ങനെ ഇത്ര ഇരിപ്പുണ്ടായിരുന്നു, മറ്റവനെ അടിച്ച പാടും കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ഇന്ന പോലെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി എന്നൊക്കെ അന്നേരം ആണ് ഞാൻ അറിയണത്. അങ്ങനൊരു സംഭവം ഉണ്ടായോ നേരത്തെ? അതാരാ പറഞ്ഞത് ഇങ്ങനെ ഐസ്ക്രീമിൽ വിഷം കലർത്തിയെന്നൊക്കെ? അമ്മ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വന്ന് പറഞ്ഞത്, ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന സംഭവം. അവിടെ മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം അങ്ങനെ നൽകിയിട്ട് പിള്ളേർ കഴിച്ചില്ല. എന്നുവെച്ചാൽ ബാത്റൂമിൽ കയറി കലക്കാണ്ടപ്പോൾ തന്നെ ഇവിടെ അമ്മ മേടിച്ച് കളഞ്ഞു. അപ്പോൾ പിള്ളേര് എൻ്റെ മൂത്തവൻ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. അന്നേരമാണ് ടോർച്ച് വെച്ച് അടിച്ചതൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ അമ്മ വന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. അല്ലാതെ ഇതിനു മുമ്പും ഇങ്ങനത്തെ രീതിയിലുള്ള പ്രവൃത്തി കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐസ്ക്രീമിൽ വിഷം ചേർക്കാനും ടോർച്ച് ഉപയോഗിച്ച് അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ ഈ പെണ്ണിൻ്റെ അടുത്ത് ആക്കിപ്പോയത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞ ആ സമയത്ത് തന്നെ നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കണ്ടായിരുന്നോ? സ്വന്തം കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ അസുഖമാണ് അതിനെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ എത്തിക്കാനോ അല്ലെങ്കിൽ പോലീസിനടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാനോ നിൽക്കണ്ടായിരുന്നോ? ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുടെ അടുത്ത് കുട്ടീനെ ഇട്ടുകൊണ്ട് പോകുന്നതിനേക്കാളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വേറെ എന്തൊക്കെയോ കളി ഇതിൽ നടക്കുന്നുണ്ട് എന്നാണ്. കാരണം ആ 2 കുട്ടീനെ ഇത്രയും രീതിയിൽ ബ്രൂട്ടലായി അടിക്കാനും ഉപദ്രവിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ ലേഡിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ഈ ലേഡീനെ ശരിക്കും ഒന്ന് പിടിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സത്യങ്ങൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര കള്ളത്തരം. എനിക്കത് തോന്നിക്കുന്നത് ഈ ലേഡിയുടെ അമ്മയുടെ ഇൻ്റർവ്യൂവിൽ നിന്നാണ്. നമുക്ക് ആ കുറച്ച് ഭാഗങ്ങളും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അമ്മയ്ക്കും എന്തൊക്കെയൊക്കെ അറിയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ ഡോക്ടറെ കാണിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നു? ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ അങ്ങോട്ട് വിടന്ത് പിള്ളേരെ ഒക്കെ അടുത്താക്കിയോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ടു. ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അസുഖമൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഒരു തവണ ഇതിനു മുമ്പ് അങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീമോ അങ്ങനെ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇത്രയും മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു അച്ഛൻ വെറുതെ ഒരു നുണ പറയുമോ? ഇങ്ങനൊരു കാര്യം ഭാര്യ ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ളൊരു ധൈര്യം പുള്ളിക്കുണ്ടാവുമോ? കാരണം ഇത് അത്രത്തോളം ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ആൻഡ് സ്വന്തം മോളുടെ കുട്ടിക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്ന് നിന്നിട്ട് സംസാരിക്കുന്ന ഒരമ്മ എന്ന് വെച്ചാൽ ഈ അമ്മയുടെ മോളെയാണ് പിടിച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഈ അമ്മേൻ്റെ പേരക്കുട്ടിയാണ് ഇങ്ങനൊരു അവസ്ഥയും വന്നിട്ടുള്ളത്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു എന്താ പറയുക, മുഖത്ത് എനിക്കൊരു കരച്ചിലോ ഒരു കണ്ണീരോ ഒന്നും തോന്നാത്ത രീതിയിൽ വളരെ ഇങ്ങനെ അന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല. അതെന്തെങ്കിലും ഈ അമ്മയല്ലേ എന്തെങ്കിലും വടിയോ കൊച്ച് അടിക്കും. ചില ആളുകളൊക്കെ പറയുന്നത് മുൻപും മോളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു സന്ധ്യ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ല. ഓക്കെ, ഇപ്പം അമ്മ പറഞ്ഞതില്ല എന്നാണ് കേട്ടോ. അമ്മ ഇനി ഇത് മാറ്റി പറയരുതേ. ഓക്കെ, മുമ്പും ഇതേ ആറ്റിറ്റ്യൂഡ് ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് കുട്ടീൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല റീസൺസും നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഒരു സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളൊരു പെണ്ണായിരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അമ്മ പറയുന്ന മുമ്പ് ഇതൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം ഒരു പ്രശ്നമില്ലാത്ത ലേഡി കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. കാരണം ഇവർ വ്യക്തമായി പറഞ്ഞു ഒന്നുമില്ല, ഒരു ദിവസം പോയി ചെയ്തതാണ്. ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ അതിന് എന്തോ റീസൺ ഉണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് മാനസിക രോഗമൊന്നും ഒരു വ്യക്തിക്ക് വരില്ല. ഇപ്പോൾ ഈവൻ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ടോക്കായി നിന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ആ ലേഡി ഇപ്പം മരിച്ചും പോയി. പോസ്റ്റ്മോർട്ടം സമയത്ത് സ്വന്തം കുട്ടീനെ ചെയ്തത്, ചെറിയൊരു മോളെ ചെയ്തത്. എന്നിട്ട് ആ ലേഡി വേറെ മാരേജൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആ ലേഡി മരിച്ചു. നിങ്ങൾക്ക് എത്ര പേര് ആ ന്യൂസിനെ കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഒരു തരത്തിലുള്ള വിഷമോ സങ്കടമോ കുറ്റബോധമോ ഒന്നും തോന്നാത്ത ഒരമ്മയുടെ ഒരു വർത്തമാനം പോലെയാണ് എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ തോന്നിയത്. ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് സ്വന്തം മോളെ ഉണ്ട്. അത് ഇത് ഭർത്താവ് ഇച്ചിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും വഴക്കും എന്തെങ്കിലും പറയുമ്പോൾ
അങ്ങനെ ഉള്ളതാണ്. അവൻ സ്നേഹത്തിലല്ല. തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞത്? വീട്ടിലേക്ക് വരാൻ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് കയറി. ഇതിൽ ഈ അമ്മ പറയുന്നത് ഭർത്തൃപീഡനം ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ ഫൈൻ, ഭർത്തൃപീഡനം ഉണ്ടായിക്കോട്ടെ, ആള് കള്ള് കുടിച്ചോട്ടെ, ആള് വന്ന് തല്ലിക്കോട്ടെ, ഇതൊന്നും ഇല്ല നമ്മൾ പറയുന്നില്ല. നമുക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഈവൻ ബാക്കിയുള്ള ഇൻ്റർവ്യൂസോ കാര്യങ്ങളിലൊക്കെ കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞാൽ ആയിക്കോട്ടെ. ഇനി ഭർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിന് ഈ കുട്ടീനെ ചെയ്തു? ഈ കുട്ടീനെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? പെട്ടെന്നൊരു ദിവസം ഈ കുട്ടീനെ ഒഴിവാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ല, ഇത്രത്തോളം രീതിയിലുള്ളൊരു പീഡനം അനുഭവിച്ചിരുന്നെങ്കിൽ ഒരു അമ്മായി അമ്മ അല്ലെ സ്വന്തം മോളെ എന്തുകൊണ്ട് ഈ അമ്മായിയമ്മയിൽ നിന്നും മരുമോനിൽ നിന്നും നിങ്ങൾ രക്ഷിച്ചില്ല? വീണ്ടും വീണ്ടും ഈ പീഡനത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ അവിടെ ഇട്ട് കൊടുത്തു. ആയിക്കോട്ടെ, ഭർത്തൃപീഡനമല്ല, ഭർത്താവ് 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. വൈ യു ഡിഡ് ദിസ്? എന്തിന് ഈ കുട്ടിയോടുകൂടി ചെയ്തു? നിങ്ങൾക്ക് ആ ഒരു കേസിൻ്റെ ഒരു ഫുൾ സാധനം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 മണിക്കാണ് അംഗനവാടിയിൽ വരുന്നത്. സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടീനെയും കൊണ്ട് പോകുന്നത്. ബസ് കയറുന്നു, അതിനുശേഷം ഓട്ടോ വിളിച്ചു പോകുന്നു, ഏതോ റോഡ് സൈഡിലിരിക്കുന്നു, ഓട്ടോക്കാർ കാണുന്നു, പേരും വിവരങ്ങളെല്ലാം ചോദിക്കുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും എസ്കേപ്പ് ആവുന്നു, പിന്നെ നടന്ന് പാലത്ത് പോകുന്നു. ഒരുപാട് ഇതിൻ്റെ CCTV ഫുട്ടേജും കാര്യങ്ങളും ചില വീട്ടിലത്തെ CCTV ഫുട്ടേജിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്ത് ഇൻറ്റൻഷൻ്റെ പുറത്താണെങ്കിലും ഒരു പോയിന്റിൽ അവരത് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിൽ അവർ വേണ്ടാന്ന് വെക്കണ്ടേ? ഇത് 3-4 തവണ പല സിറ്റുവേഷനിൽ നിന്നും പറ്റാണ്ടും അവസാനം പോയി ചെയ്തതാണ്. സോ ദർ ഇസ് സംതിങ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് അതിന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്റ്റോറിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളെ മോള് ചെയ്തത് എന്തായാലും 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിലിനി ഭർത്തൃപീഡനം പറഞ്ഞാലും എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇവിടെ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ മാതാവ് പറയുന്നത്. അത് അവർ പറയണതാ. പീഡനമില്ല. ഈ അയൽവക്കത്ത് ഇവരൊക്കെ ആൾക്കാരാണെങ്കിൽ ഈ അയൽവക്കം ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. മേഡത്തിന് ആരോ വേണമെങ്കിലും ചോദിച്ചാൽ അറിയാം. കാരണം ഇത്ര അടുത്ത് ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ മോൻ തല്ല്. ഈ ഒരു ഇമോഷൻ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഈ ഒരു ഇമോഷൻ മാത്രം. ഇപ്പം ഈ അമ്മ പറയുന്ന സമയത്ത് ഈ അമ്മേൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അല്ലെ വിഷമം കൊണ്ട് സംസാരിച്ചതാണ്. ഈ ഒരു ഇമോഷനൊന്നും എനിക്ക് മറ്റേ അമ്മയിൽ കാണാൻ പറ്റിയില്ല. ഒന്നുമില്ല, സ്വന്തം മോളാ ജയിലിൽ കിടക്കുന്നത്, സ്വന്തം മോളെ കുട്ടിയാണ്. ഇവർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇവരിപ്പോഴും മരുമോനെ കുറ്റം പറഞ്ഞുകൊടുക്കുക. ഇതിനൊരു തീരുമാനം, ഇതിനൊരു കൺക്ലൂഷൻ ഇടുന്നതിന്. എൻ്റെ മോൻ തല്ലുകയാണെങ്കിൽ അവൾ ബാക്കി ഉണ്ടാവില്ല. കാരണം എൻ്റെ മോനെ പീഡിപ്പിക്കാനല്ല, ഇവള് സൈ കെട്ട് കഴിയുമ്പോൾ എൻ്റെ മോൻ ഇറങ്ങിപ്പോകും. അമ്മയെ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം വല്ലതും ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കുഞ്ഞു കൊച്ചിന്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ തടിച്ചിട്ട് എന്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിനടിച്ചത്, തലക്കിട്ട് അടിച്ചു. കല്യാണിയുടെ തലക്കെട്ടും നെഞ്ചിനും കാശിക്ക് മൂത്ത കുഞ്ഞിനെ ടോർച്ച് കൊണ്ടടിച്ചു, ടോർച്ച് വെച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മോളെ അടിച്ചു. അതിന്റെ ഇവിടെ ചെവിയുടെ ഇവിടെ ഉണ്ട്. അപ്പൊ മോളെ അടിച്ചപ്പോ കാശി മോളെ വലിച്ച് റോട്ടിൽ പോയി നിന്ന്. അപ്പൊ അവൾ ഈ ഒരു കാര്യത്തിൽ സത്യാവസ്ഥ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കാശീൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. കാരണം അവൻ പറയുമല്ലോ, അവന് കിട്ടിയ അടിയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, തുറന്ന് പറയാൻ പറ്റും. അപ്പം ഞാനതാ പറയുന്നത്, ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും അല്ലെ ഇത്രയും വലിയ പ്രശ്നമുള്ള ഒരു കാര്യം ചെയ്തിട്ടും സ്റ്റിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാണ്ട് വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാനത് ആലോചിക്കുന്നത്, ഈ ലോകത്തിൻ്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് കുട്ടികളെ നോക്കി ജീവിക്കാൻ താല്പര്യമില്ലേ? നിങ്ങൾ പ്രസവിക്കണ്ട. അതാ എനിക്ക് പറയാനുള്ളത്, പ്രസവിക്കണ്ട. ഈ ലോകത്ത് കല്യാണം കഴിച്ച എല്ലാ ഭാര്യയും ഭർത്താവും പ്രസവിക്കണം എന്നുള്ളൊരു നിയമമൊന്നുമില്ല. പ്രസവിക്കാത്ത ആൾക്കാർ ഈ ഇവിടുന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയൊന്നുമില്ല. നിങ്ങൾ കുട്ടീനെ ഉണ്ടാക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി കുട്ടീനെ ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഇതിന് നിൽക്കുന്നത്? അല്ല, നിങ്ങൾക്ക് കുട്ടികൾ ഒരു ഭാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി, ഇനിയിപ്പോൾ ഭർത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ കുട്ടീനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നൂടെ? എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? അല്ലെ കോടതി പോയിക്കൂടെ? അല്ലെ പോലീസുകാരുടെ അടുത്ത് പോയിക്കൂടെ? അല്ലെ വനിതാ കമ്മീഷനില്ലേ, ചൈൽഡ് ലൈനില്ലേ? ഇതൊന്നുമില്ലെങ്കിലും ആർക്കും വേണ്ടാത്ത ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരുപാട് ഹോംസുകൾ ഗവൺമെൻറ് കീഴിൽ വരുന്നുണ്ട്. ഇത്രയും ഒരു ലീഗൽ സപ്പോർട്ടോ ലീഗൽ സിസ്റ്റമോ ഒക്കെയുള്ള ഈ ലോകത്ത് ഒരമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് എന്തോ വലിയൊരു റീസൺ ഉണ്ട്.
ആ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് അസുഖമാണോ അസുഖമല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ കൺക്ലൂഷൻ പറയില്ല. അസുഖമാണെങ്കിൽ തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആളെ കൊണ്ട് മനസ്സിലാക്കി എക്സാമിനേഷൻ ചെയ്ത് അതിനൊരു 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ ഈ കേസ് കൊണ്ടുപോകാൻ പാടും. അല്ലാണ്ട് ചെയ്യേണ്ട തെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ മറയാൻ നിൽക്കരുത്. ഇപ്പം ഇങ്ങനത്തെ ഒരു ന്യൂസിനെ പറ്റി എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ കുറച്ച് മനുഷ്യപ്പെറ്റ് വരട്ടെ മനുഷ്യപ്പെറ്റ് ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.